ഹായ് ഹലോ നമസ്കാരം. സൺഡേ ടെക് ടൈമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ എനിക്ക് ഈ ആഴ്ച ഈ ഒരു എപ്പിസോഡ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത്. കാരണം വേറെ ഒന്നുമല്ല, പെങ്ങളുടെ കല്യാണമാണ് ഞായറാഴ്ച. സോ ബിസി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച മറ്റ് വീഡിയോസ് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. എന്തായാലും എനിക്ക് ഈ ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ഈ ഒരു സീരീസ് മിസ്സാക്കാനായിട്ടൊരു മടി. സോ അതുകൊണ്ട് ഞാൻ വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഞായറാഴ്ച കാലത്തേക്ക് സ്കെഡ്യൂൾ ചെയ്ത് വെക്കും. എനിവേ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് പോകുന്നത്. എന്തായാലും ദുബായിൽ നടന്നിട്ടുള്ള ആ ഒരു മഴയുടെ ബുദ്ധിമുട്ട് കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അക്രമ സംഭവമായിരുന്നു. പലതും കണ്ടപ്പോൾ കിളി പോയി എന്നുള്ളൊരവസ്ഥയാണ് കേട്ടോ. എൻ്റെ സുഹൃത്തുക്കൾ ഒരുവിധം എല്ലാവരും സേഫാണ്. അതേപോലെ പലരും കഷ്ടപ്പെട്ടിട്ടുണ്ട്. വെള്ളമില്ലാതെയും കറണ്ട് ഇല്ലാതെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പെട്ടെന്ന് അവർ റിക്കവർ ചെയ്ത് വരട്ടെ എന്ന് വിചാരിക്കാം. ഓക്കെ, അത്രയും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എന്തായാലും അക്രമ സംഭവമായിട്ടോ ആ മഴ വരുന്നതും ആ മഴക്കാരൊക്കെ ഉണ്ടല്ലോ, അത് ഈ ടൈം ലാപ്സിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു അക്രമ സാധനമായിരുന്നു. നമുക്കൊക്കെ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. എനിവേ എന്തായാലും നമുക്ക് ഫസ്റ്റ് ന്യൂസിലോട്ട് കിടക്കാം. നത്തിങ് എന്ന് പറയുന്ന കമ്പനിയുടെ ആ ഒരു പേര് ഭയങ്കര ക്യാച്ചിങ് ആയിരുന്നു അല്ലേ. നത്തിങ് എന്ന് പറയുന്ന ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു പേരോ എന്നുള്ളത് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു പേരിന് ശേഷം അങ്ങനെ ഒരു സ്ട്രൈക്ക് ചെയ്ത മറ്റൊരു പേരാണ് ബോറിംഗ് ഫോൺസ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇതൊരു കമ്പനിയുടെ പേരല്ല. ഹൈനക്കൻ എന്ന് പറയുന്നൊരു കമ്പനിയുണ്ട്. ബേസിക്കലി നെതർലാൻഡിൽ നിന്ന് ഉള്ളൊരു കമ്പനിയാണ്. ബീറുകളൊക്കെ ഉണ്ടാക്കുന്നത്, ബീറുണ്ടല്ലോ കുടിക്കുന്ന ബീർ, അതുണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. അങ്ങനെ തന്നെയാണ് അത് പ്രൊനൗൺസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഹൈനക്കൻ അങ്ങനെയാണ്. ഞാൻ അതിൻ്റെ സ്പെല്ലിംഗ് ഇവിടെ സൈഡിൽ കൊടുക്കാം. ആ ഒരു കമ്പനിയും HMD എന്ന് പറയുന്ന കമ്പനിയും കൊളാബ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഫോൺ ഉണ്ടാക്കുന്നത്. ഏത് ബോറിംഗ് ഫോൺ. ട്രാൻസ്പെറൻറ്റ് ഡിസൈനാണ്, ഫ്ലിപ്പ് ടൈപ്പാണ് വരുന്നത്. ഇതിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റോ അല്ലെങ്കിൽ ഇതൊരു സ്മാർട്ട് ഫോൺ അല്ല. നമുക്ക് നെറ്റ് കണക്ട് ചെയ്യാനുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സാധിക്കില്ല. കോള് വരും, സംസാരിക്കാം, അത്രമാത്രം. ഇതിൽ ആകപ്പാടെ വരുന്നത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് നമ്മളുടെ സ്നേക്കിൻ്റെ ഗെയിം ഉണ്ടല്ലോ, പണ്ടത്തെ നോക്കിയയിലുള്ള ആ ഒരു ഗെയിം പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. മറ്റൊരു സംഭവങ്ങളും ഇല്ല. സോ സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള സംഭവങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് റിയാലിറ്റിയിൽ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത്. ഇന്ത്യയിലോട്ട് ഇത് എപ്പോൾ വരും എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല. വരുമായിരിക്കും എന്തായാലും. HMDയുടെ സൈഡിൽ നിന്ന് പൾസ് എന്ന് പറയുന്ന ഒരു മോഡൽ വരുന്നുണ്ട്. അതിൻ്റെ കുറച്ച് ഇമേജ് കാര്യങ്ങളെല്ലാം ലീക്ക് ആയിട്ടുണ്ട്. ബാക്ക് സൈഡ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മോട്ടറോളയുടെ ഏതെങ്കിലും പുതിയ ഫോണായിരിക്കും എന്നുള്ളത്. അല്ല, ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആ ക്യാമറ ഡിസൈൻ കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെയുണ്ട്. പക്ഷേ ഇതൊരു HMD പൾസ് എന്ന് പറയുന്ന മോഡലാണ്. ഇതിൽ കൊടുത്തിരിക്കുന്നത് 6.5 ഇഞ്ച് വരുന്ന LCD ഡിസ്പ്ലേ ആണ്. അതുകൂടാതെ 5000 mAh ബാറ്ററിയും വരുന്നുണ്ട്. മെയ് മാസത്തിലാണ് ഈ ഒരു ഫോണിൻ്റെ റിലീസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. HMD എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു അല്ലെങ്കിൽ നോക്കിയ ഫോണുകൾ വരുന്നു എന്ന് പറയുമ്പോൾ പണ്ടുണ്ടായിരുന്ന ആ ഒരു ത്രില്ല് കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. പ്രത്യേകിച്ച് ഒരു പുതുമയും അവർ കൊണ്ടുവരുന്നില്ല. ഒരു നോർമൽ ഫോൺ കൊണ്ടുവരും, അതിന് ലോകത്തില്ലാത്ത വിലയിടും. അതാണ് ഇപ്പോൾ ഈ ഒരു നോക്കിയ അല്ലെങ്കിൽ HMD കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ HMD ബ്രാൻഡുകളിൽ ഫോൺ വരുമ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ട വരും. ഹുവാവയുടെ കയ്യിൽ നിന്ന് പ്യൂറ 70 സീരീസിൽ 3 ഫോണുകൾ ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പ്യൂറ 70 Pro, 70 Pro Plus, അതുകൂടാതെ 70 Ultra എന്ന് പറയുന്ന 3 മോഡലുകൾ. ഇതിൽ ഈ പ്രോയും Pro Plusൻ്റെയും കളർ വേരിയൻറ്റുകൾ ഉണ്ടല്ലോ, നല്ല രസമായിട്ടുണ്ട് കാണാനായിട്ട്. പിങ്ക്, അങ്ങനെ വെറൈറ്റി കളേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. പക്ഷേ ഇതിലെ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത് ആ ഒരു അൾട്ര എന്ന് പറയുന്ന മോഡലാണ്. കാരണം ഇതിൽ കൊടുത്തിരിക്കുന്നത് 1 ഇഞ്ചിൻ്റെ റിട്രാക്റ്റബിൾ ലെൻസാണ് റിയർ ക്യാമറ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് സൂമൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു ക്യാമറ ലെൻസ് പുറത്തോട്ട് തള്ളി വരും. അധികമൊന്നുമില്ല, കുറച്ച്. പക്ഷെ അതൊക്കെ വെറൈറ്റി ആയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഫോണുകളൊന്നും ഇന്ത്യയിലോട്ട് വരാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല. ഈ ട്രാവൽ വ്ളോഗിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് Insta360 എന്ന് പറയുന്ന കമ്പനി അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് 360 ഡിഗ്രി ക്യാമറ ആയിട്ടുള്ള X4 ഇന്ത്യയിൽ പുറത്തിറക്കിയിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൽ അതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് 55,000 രൂപയ്ക്കാണ്. കഴിഞ്ഞ വർഷത്തെ മോഡലിന്, അതായത് X3നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്കിവിടെ 8K 30 ഫ്രെയിം/സെക്കൻഡ് വരെ വീഡിയോ റെസൊല്യൂഷൻ, അതായത് 8Kയിലുള്ള വീഡിയോ വരെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതും 75 മിനിറ്റ് വരെ കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് ചെയ്യാനുള്ള ബാറ്ററി കപ്പാസിറ്റി ഈ ഒരു പ്രൊഡക്റ്റിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. എനിവേ X3യും അതേപോലെ X4ഉം തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കമ്പാരിസൺ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. സോ താല്പര്യമുള്ളവർക്ക് ഫ്ലിപ്കാർട്ടിൽ നോക്കിയാൽ കൂടുതൽ വിവരം അറിയാനായിട്ട് സാധിക്കും. സാംസങ് ഗാലക്സി S22 സീരീസുകൾ ഉപയോഗിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ഗാലക്സി AI ഫീച്ചേഴ്സ് ഇനി മുതൽ നിങ്ങൾക്കും കിട്ടും. വരുന്ന അപ്ഡേറ്റിൽ ഈ ഒരു ഗാലക്സി AI ഫീച്ചേഴ്സ് അതും കൂടി ഇൻക്ലൂഡഡ് ആയിരിക്കും. കഴിഞ്ഞ ആഴ്ച ഓൾറെഡി S23 സീരീസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു റെസ്പോൺസ് തന്നെയാണ്. ചില ഫോണുകളിൽ കുറച്ച് ഇഷ്യൂസ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓവറോൾ നല്ലൊരു അഭിപ്രായം തന്നെയാണ് മൊത്തത്തിൽ ഞാൻ കണ്ടത്. എനിവേ അത് കൂടാതെ 2022 പുറത്തിറങ്ങിയിട്ടുള്ള മറ്റ് ഫോൾഡ് ഫ്ലിപ്പ് ഫോണുകളിലെല്ലാത്തിലും കിട്ടും. അതുകൂടാതെ ടാബ് S8ലും ഈ ഒരു ഗാലക്സി AIയുടെ ഫീച്ചേഴ്സ് കിട്ടുന്നതായിരിക്കും. സോ വെൽ ഡൺ സാംസങ്, നല്ല കാര്യം.
മോട്ടറോളയുടെ സൈഡിൽ നിന്ന് 2 TWSകൾ കഴിഞ്ഞ ആഴ്ച ഗ്ലോബലി പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഗ്ലോബലി എന്ന് പറയുമ്പോൾ ഇന്ത്യ അതിലില്ല കേട്ടോ. ഇന്ത്യയിലത്തെ പ്രൈസോ അവൈലബിലിറ്റിയോ ഒന്നും കാര്യങ്ങളും ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല. എനിവേ മോട്ടോ ബഡ്സ് അതുകൂടാതെ മോട്ടോ ബഡ്സ് പ്ലസ് എന്ന് പറയുന്ന 2 മോഡലുകളാണ് വന്നിരിക്കുന്നത്. ഈ ബഡ്സ് നോർമൽ ബഡ്സിൻ്റെ പ്രൈസോ കാര്യങ്ങളോ ഒന്നും കണ്ടില്ല. ബഡ്സ് പ്ലസിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ $129 അതിന് ലിസ്റ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കണ്ടത്. അതിൻ്റെ സൗണ്ട് ട്യൂൺ ചെയ്തിരിക്കുന്നത് മോട്ടോ ബഡ്സ് പ്ലസിൻ്റെ സൗണ്ട് ട്യൂൺ ചെയ്തിരിക്കുന്നത് ബോസ് ആണ്. സോ നല്ലൊരു കിടിലൻ ഔട്ട്പുട്ട് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. എനിവേ 2 TWSകൾ മോട്ടറോളയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. മീഡിയാടെക് ഡിമെൻസിറ്റി 7025 എന്ന് പറയുന്ന പ്രോസസ്സർ വെച്ചുകൊണ്ട് മോട്ടറോള മോട്ടോ G64 എന്ന് പറയുന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം മോട്ടറോള ഫോണുകൾ ഫ്ലിപ്കാർട്ട് വഴിയാണ് കിട്ടുക. സോ ഈ ഒരു ഫോണും ഫ്ലിപ്കാർട്ടിൽ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 14,999 രൂപയ്ക്കാണ് ഇപ്പം നിലവിൽ ഫ്ലിപ്കാർട്ടിൽ ഇത് വിറ്റുകൊണ്ടിരിക്കുന്നത്. അത് ഓഫർ പ്രൈസ് ആണെന്ന് തോന്നുന്നു. സോ 16,999 നോർമൽ പ്രൈസ് വരുന്നത്. 5000 mAh ബാറ്ററി വരുന്നുണ്ട്. 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ ഒക്കെ കൊടുത്തിട്ട് ഒരു ടിപ്പിക്കൽ മോട്ടറോള ഫോൺ, പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ടൊന്നും തോന്നിയില്ല. Q1 അതായത് 2024 ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ 3 മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫോണിൻ്റെ മാർക്കറ്റ് ഷെയർ കയ്യിലുള്ളത് സാംസങ്ങിൻ്റെ കയ്യിലാണ്. 20.8% ഫോണുകളും സാംസങ് ആണ് ഈ ഒരു 3 മാസത്തിൽ വിട്ടിട്ടുള്ളത്. തൊട്ട് പിന്നിൽ ആപ്പിൾ ഉണ്ട്. 17.3% ആപ്പിളിൻ്റെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത്. ഏകദേശം 14% മാർക്കറ്റ് ഷെയറോട് കൂടിയിട്ട് ഷവോമിയാണ് 3rd പൊസിഷനിൽ നിൽക്കുന്നത്. ഇത് ഇന്ത്യയിലല്ല കേട്ടോ, ഗ്ലോബലിയാണ്. ഓക്കെ, ലോകത്തിൽ മൊത്തത്തിൽ വിൽക്കുന്ന ഒരു കണക്കാണ്. സോ സാംസങ് ഒരുപാട് മുന്നിലാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഗൂഗിൾ പിക്സൽ 8യുടെ ലീക്ക്ഡ് ഇമേജുകൾ എന്ന് പറയുന്നത്. ഏകദേശം 45,000-50,000 രൂപയ്ക്കൊക്കെ ആയിരിക്കും ഇവരിത് വിൽക്കാനായിട്ട് പോകുന്നത്. അവസാനം നല്ലൊരു എ സീരീസിലുള്ള ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഒരു പിക്സൽ ഫോൺ എനിക്ക് കയ്യിൽ കിട്ടിയിട്ടുള്ളത് 4A ആയിരുന്നു. അതിനുശേഷം 5A ഇന്ത്യയിൽ വന്നിട്ടില്ല. 6A ആണെങ്കിലും 7A ആണെന്നുണ്ടെങ്കിലും കണക്ക് തന്നെയായിരുന്നു. സോ 8Aയുടെ അവസ്ഥ എന്താണ്, അതിൻ്റെ പ്രൈസിങ് എന്തൊക്കെയാണെന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാനായിട്ട് സാധിക്കും. എനിക്ക് ഈ ഒരു ഡിസൈൻ കണ്ടപ്പോൾ, ഈ ഒരു റൗണ്ട് ഫ്രെയിം കണ്ടപ്പോൾ iPhone 6, 7 ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു മോഡലിനെ ഒന്ന് ഓർമ്മ വന്നു. എനിവേ ഇതാണ് പിക്സൽ 8Aയുടെ ലീക്ക്ഡ് ഇമേജുകൾ. ആപ്പിളിന് കഴിഞ്ഞ കുറേ കാലമായിട്ട് കണ്ടകശനിയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കണ്ടകശനി കൊണ്ടേ പോകൂ എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലും ഉണ്ട്. അപ്പോൾ അതിനെ അർത്ഥമാക്കുന്ന രീതിക്ക് ജപ്പാനും ആപ്പിളിനെതിരെ ആൻറ്റി ട്രസ്റ്റ് ഇഷ്യൂ ഫയൽ ചെയ്യാനുള്ളൊരു നടപടിക്ക് പോവുകയാണെന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. ഓൾറെഡി അമേരിക്കയിൽ നിന്ന് അവരുടെ സ്വന്തം തട്ടകത്തിൽ നിന്ന് പണി കിട്ടിയിരിക്കുകയാണ്. അതുകൂടാതെ EU നല്ല പണി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇപ്പോൾ ജപ്പാനും കൂടി ആവുമ്പോൾ ആപ്പിൾ അടപടലം മൂഞ്ചും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ EUൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഈ ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കഴിഞ്ഞതിന് ശേഷം 3rd പാർട്ടി ആപ്പ് സ്റ്റോറുകൾ അവൈലബിൾ ആണ്. ഒരുപാട് ആപ്പ് സ്റ്റോറുകൾ അവൈലബിൾ ആണ്. സോ മൊത്തത്തിൽ ആപ്പിളിന് കണ്ടകശനി തന്നെയാണ്. അതിനി കൊണ്ടുപോവോ, അത് വഴി സൈഡ് വിട്ട് പോവോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. നത്തിങ് ഫോണുകളിൽ നത്തിങ് OS 2.5.5ൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ നത്തിങ് 2Aലും ചെയ്തു. നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. കളറിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്കിൻ ടോണിൻ്റെ കാര്യത്തിലാണെങ്കിലും പോർട്രേറ്റിൻ്റെ കാര്യത്തിലൊക്കെ നല്ല പോലെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മളൊരു ഫോട്ടോ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞ് നമുക്കതൊന്ന് കാണണം എന്നുണ്ടെങ്കിൽ 4-5 സെക്കൻഡ് ടൈം എടുക്കുന്നുണ്ട്. സോ ഇപ്പോഴും അത്രയും ലേഗായിട്ടാണ് ഇതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നത്. ഓക്കെ, ഇനി നത്തിങ് OS 2.5.5ൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ChatGPT എന്ന് പറയുന്ന ആ ഒരു AI ഉണ്ടല്ലോ, ആ ഒരു സംഭവം ഡയറക്റ്റ് ഈ ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ വന്നിട്ടുണ്ട് എന്നുള്ളൊരു ന്യൂസ് കേട്ടു. എനിക്ക് എന്താണെന്നോ എങ്ങനെയാണെന്നോ നോക്കാനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല. സോ നിങ്ങളുടെ കയ്യിൽ നത്തിങ് ഫോൺ 2 ആണെങ്കിലും 1 ആണെങ്കിലും അതേപോലെ 2A ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു അപ്ഡേഷൻ വരുന്നുണ്ട്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. എന്താണെന്നുള്ളത് ഞാൻ നോക്കിയിട്ട് വരും ദിവസങ്ങളിലെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതേപോലെ നത്തിങ്ങിൻ്റെ സൈഡിൽ നിന്ന് 2 TWSകൾ 18-ാം തീയതി പുറത്ത് വന്നിട്ടുണ്ട്. നത്തിങ് ഇയർ 3യും നത്തിങ് ഇയർ A എന്ന് പറയുന്ന മോഡലും. ഈ A എന്ന് പറയുന്ന മോഡൽ ബഡ്ജറ്റ് റേഞ്ചിലുള്ളതാണെന്നാണ് നത്തിങ് പറയുന്നത്. ഏകദേശം 7,999 രൂപയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. ഏത് ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന TWSന് കേട്ടോ, 8,000 രൂപ. ഇനി അവരുടെ പ്രീമിയം ലെവലിൽ വരുന്ന നത്തിങ് ഇയർ 3 എന്ന് പറയുന്ന ആ ഒരു മോഡലിൻ്റെ പ്രൈസ് 10,000 രൂപയ്ക്ക് മുകളിലാണ്. സോ എവിടേക്കാണ് എൻ്റെ നത്തിങ് ഇതിങ്ങനെ വില കൂട്ടി പോകുന്നത്. എനിവേ 2 TWSകൾ നത്തിങ്ങിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിലും അതുകൂടാതെ നത്തിങ്ങിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും വാങ്ങാനായിട്ട് സാധിക്കും. ഈ നത്തിങ് A എന്ന് പറയുന്ന ആ ഒരു TWS ഉണ്ടല്ലോ, അതിൽ ഒരു മഞ്ഞ കളർ വന്നിട്ടുണ്ട്. അത് നല്ല രസമായിട്ടുണ്ട് കാണാനായിട്ട്, കൊള്ളാം. അതേപോലെ OnePlus ഫോണുകൾക്ക് ഇന്ത്യയിൽ ബാൻ കിട്ടിയ വിവരം നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരുന്നു? ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഈ ഒരു ന്യൂസുകൾക്ക് വേണ്ടി തപ്പിപ്പോയപ്പോഴാണ് ഇങ്ങനൊരു ന്യൂസ് കണ്ടത്. അതായത് ഓഫ്ലൈൻ മാർക്കറ്റിൽ ഡീലേഴ്സ് റീറ്റെയിലേഴ്സൊക്കെ ഉണ്ടല്ലോ, അവർക്ക് പ്രോപ്പറായിട്ടുള്ള കമ്മീഷൻ OnePlusൻ്റെ സൈഡിൽ നിന്ന് കിട്ടുന്നില്ല എന്ന്. സോ അതുകൊണ്ട് ഇനി ഓഫ്ലൈൻ മാർക്കറ്റിൽ OnePlus ഫോണുകൾ അവൈലബിൾ ആയിരിക്കില്ല.
ഓൺലൈനിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ വൺ പ്ലസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്കിത് വാങ്ങാനായിട്ട് സാധിക്കും. ഒരു ഷോപ്പിൽ പോയിട്ട് വൺ പ്ലസ് ഫോണുകൾ ഇനി വാങ്ങാനായിട്ട് സാധിക്കില്ല. ചർച്ചകളൊക്കെ ഓൾറെഡി വൺ പ്ലസിൻ്റെ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ഇഷ്യൂ പെട്ടെന്ന് തന്നെ തീരുമെന്ന് വിചാരിക്കാം. ഡിസൈനിൽ ഒരു ചേഞ്ചും ഇല്ലാത്ത 2 റിയൽമി ഫോണുകൾ കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. റിയൽമി P1 P1 Pro എന്ന് പറയുന്ന മറ്റൊരു മോഡലും. ഇതിൽ P1ൻ്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ 6.6 ഇഞ്ച് വരുന്ന ഫുൾ HD+ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. Dimensity 7050ൻ്റെ പ്രോസസ്സറാണ്. 5000 mAh ബാറ്ററി, 45 വാട്ടിൻ്റെ എന്ന് തോന്നുന്നു. ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 15,999 രൂപയ്ക്കാണ് നിലവിൽ ഈ ഒരു ഫോൺ ഫ്ലിപ്കാർട്ടിൽ വിൽക്കുന്നത്. ഇനി P1 Proയുടെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ Snapdragon 6 Gen 1ൻ്റെ പ്രോസസ്സറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 5000 mAh ബാറ്ററി കാര്യങ്ങൾ അവിടെയും വരുന്നുണ്ട്. ഡിസ്പ്ലേയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. 6.7 ഇഞ്ച് വരുന്ന ഫുൾ HD+ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 21,999 രൂപയ്ക്കാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നല്ലൊരു ഡീലായിട്ട് ഈ 2 ഫോണുകളും എനിക്ക് തോന്നുന്നില്ല. ഇനി ഈ ഒരു P സീരീസ് എടുക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നോർമൽ P1 എടുത്താൽ മതിയായിരിക്കും. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത്. അതുകൂടാതെ റിയൽമി പാഡ് 2 എന്ന് പറയുന്ന മോഡലിൻ്റെ വൈഫൈ വേരിയൻറ്റ് കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 18,000 രൂപയ്ക്കാണ് ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അക്രമ പ്രൈസ് തന്നെയാണ് കേട്ടോ. എങ്ങനെ ഇവർ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഒരു പ്രൈസ് ഇതിന് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാന ചോദ്യം. അതുകൂടാതെ റിയൽമി ബഡ്സ് T110 എന്ന് പറയുന്ന ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഒരു TWS റിയൽമിയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. 1500 രൂപയ്ക്കാണ് ഇത് അവർ നോർമലി സെല് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ലോഞ്ചിങ് ഓഫറായിട്ട് 1300 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. ANC കാര്യങ്ങളൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല, പക്ഷേ NX ടെക്നോളജി വരുന്നുണ്ട്. ഇനി ഡിസൈനിൽ ഒരു മാറ്റവും ഇല്ലാത്ത മറ്റൊരു റിയൽമി ഫോൺ 24-ാം തീയതി ലോഞ്ച് ചെയ്യുന്നുണ്ട്. റിയൽമി നാർസോ 70X എന്നാണ് ഈ ഒരു ഫോണിൻ്റെ മോഡൽ വരുന്നത്. ഏകദേശം 12,000 രൂപയ്ക്ക് താഴെ ആയിരിക്കും ഈ ഒരു ഫോൺ വരുന്നത്. 5000 mAh ബാറ്ററി വരുന്നുണ്ടായും. IP54ൻ്റെ വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൊട്ടക്ഷൻ ആ ഒരു റേറ്റിങ്ങും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. സോ 11,999 രൂപയായിരിക്കും ഈ ഒരു ഫോണിൻ്റെ പ്രൈസ്. അപ്പോൾ 24-ാം തീയതി ബാക്കി വിവരങ്ങൾ അറിയാം. ഷവോമിയുടെ സൈഡിൽ നിന്ന് ജനുവരിയിൽ ചൈനയിൽ ലോഞ്ച് ചെയ്ത K70 എന്ന് പറയുന്ന ഫോണിൻ്റെ റീബ്രാൻഡഡ് വെർഷൻ ആയിട്ടുള്ള പോക്കോ F6 Pro എന്ന് പറയുന്ന മോഡൽ അധികം വൈകാതെ ഇന്ത്യയിലോട്ട് വരുന്നുണ്ട്. സോ മിക്കവാറും ഈ ഒരു മെയ് മാസത്തിൽ തന്നെ ആ ഒരു പോക്കോ F6 Pro എന്ന് പറയുന്ന ഫോൺ എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ വിവോ V30e എന്ന് പറയുന്ന ഒരു ഫോണിൻ്റെയും ഒരു ടീസർ വിവോ പുറത്ത് വിട്ടിട്ടുണ്ട്. കമ്മിങ് സൂൺ എന്നാണ് കാണിച്ചിരിക്കുന്നത്. സോ മെയ് മാസത്തിൽ ഈ ഒരു വിവോ V30e എന്ന് പറയുന്ന ഒരു ഫോണും വിവോയുടെ സൈഡിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മളുടെ അവസാന ന്യൂസ്, വാട്സാപ്പിൽ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ആയിട്ട് പുതിയൊരു അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയൊരു അപ്ഡേഷൻ പ്രകാരം നമുക്ക് ചാറ്റുകൾ ഫിൽട്ടർ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഗ്രൂപ്പുകൾ മാത്രം കണ്ടാൽ മതിയെങ്കിൽ ഗ്രൂപ്പ് കാണാം, അല്ലെങ്കിൽ അൺറീഡ് ആണ് വേണ്ടെങ്കിൽ അൺറീഡ്, അങ്ങനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു വാട്സാപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരാഴ്ച ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ന്യൂസുകൾ. വേറെ എന്താ, അടുത്ത ആഴ്ച വെള്ളിയാഴ്ച വരെ ബിസി തന്നെയാണ്. വേറെ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാനായിട്ട് ഒരു നിർവാഹവും ഇല്ല. ഈ വീഡിയോയും എഡിറ്റ് ചെയ്ത് കയറ്റാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലും ഒരു ഗ്യാരണ്ടിയും ഇല്ല. അപ്ലോഡ് ചെയ്താൽ പറയാം അപ്ലോഡ് ചെയ്തെന്ന്. എനിവേ, ഇൻഫിനിക്സ് നോട്ട് 40 Pro എന്ന് പറയുന്ന മോഡൽ ഫോൺ ഓർഡർ ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അത് കയ്യിൽ കിട്ടും. സോ അത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ഒരു റിവ്യൂ ഞാൻ ചെയ്യുന്നുണ്ട്. സോ നല്ല വീഡിയോസൊക്കെ വരും ദിവസങ്ങളിൽ വരും. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക. ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.